ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു നമ്മളെന്തായാലും നമ്മുടെ ഇവിടെ ഫ്ലാറ്റൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്കത് തരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരിക്കില്ല അല്ലേ. നമുക്ക് വെറുതെ പ്ലെയിൻ ആയിരിക്കും. എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ വാങ്ങി ഇതാക്കി വരുമ്പോഴാണ് അതിനൊരു വീട് എന്നൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഹസ്ബൻഡായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഫ്ലാറ്റൊക്കെ ഫസ്റ്റ് വന്ന് കണ്ടത് കേട്ടോ. നമ്മളപ്പോൾ നാട്ടിലായിരുന്നു. അപ്പോൾ ആദ്യം ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ അന്നമ്മോന് കുറച്ചൊരു 3-4 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലിവറി ഒക്കെ നാട്ടിൽ തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ മാമോദിസൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിനെ കുറച്ച് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നതും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണതും ഒക്കെ ആക്കിയിട്ട് അങ്ങനെ നോക്കി അവസാനം നമ്മളൊരു ഫ്ലാറ്റ് കണ്ടുപിടിച്ചു. പക്ഷെ നമ്മളിത് കണ്ടുപിടിച്ച് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിലും നമുക്ക് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മളിത് ഇങ്ങനെ ഒന്നേന്ന് തുടങ്ങണം. അപ്പം നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ബേസിക് സാധനങ്ങൾ എന്ന് പറയുന്നത് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ മാത്രമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്തായാലും താമസിക്കുന്ന ഒരു സ്ഥലമാണ്, ഇതിനെ കുറച്ചുകൂടി ഭംഗിയാക്കി എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇവിടെ താമസിക്കുന്ന ഒരു സ്ഥലമാണല്ലേ, നമ്മൾ താമസിക്കുന്ന ഒരു ഞാനിവിടെ ഫസ്റ്റിലൊക്കെ വന്ന് വെച്ചപ്പോൾ ഇത് ആരുടെയോ വീട്, നമ്മൾ കുറച്ച് നാൾ നിൽക്കണമെന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ. പക്ഷെ പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മളിവിടെ താമസിക്കുമ്പോൾ അതാണ് നമ്മളുടെ വീട്. അപ്പോൾ നമ്മുടെ വീടാണെങ്കിൽ നമ്മൾ അതിനെ കുറച്ചുകൂടി ഭംഗിയാക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. നമ്മുടെ കയ്യിൽ ഇതുപോലത്തെയുള്ള കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീടിനൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനത്തെ കീ ചെയിനൊക്കെ നമ്മുടെ വീടുകളിൽ എന്തായാലും ഉണ്ടാവാണ്ടിരിക്കില്ല. നമ്മൾ എവിടെ പോയാലോ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ പോകുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ, പിന്നെ പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ട് ഇത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചതുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്തു വെക്കാറുണ്ട്. കാരണം മക്കൾക്ക് ഇത് 1-2 പ്രാവശ്യം കളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കൊരു പുതിയൊരു ടോയ് കിട്ടുന്ന വരെ പഴയ സാധനങ്ങൾ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ ഇങ്ങനെ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ ഞാനിങ്ങനെ എടുത്തു വെക്കാറുണ്ട്. ഇത് ഞാൻ ഫസ്റ്റത്തെ വേറൊരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് തെമു ആപ്പിൽ നിന്നാണ് കേട്ടോ. തെമുവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. ഇതിൻ്റെ പല കളർ ചേഞ്ചിലുള്ളതുണ്ട്. അതായത് ഇതിപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വൈറ്റിലുണ്ട്, പിങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പല കളേഴ്സിലുണ്ട് സ്റ്റാൻഡ് പോലെ. ഇപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഇത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കുന്ന കിൻഡർ ജോയോ അല്ലെങ്കിൽ ഈ മെക്ഡിയിലൊക്കെ നമ്മൾ ഹാപ്പി മീൽ അങ്ങനത്തെ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇവരുടെ എന്തെങ്കിലുമൊക്കെ ടോയ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ഇങ്ങനെ കുറേ ചെറിയ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കിട്ടുമ്പോൾ അതിങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറച്ചെണ്ണം ഇങ്ങനെ കയ്യിലായപ്പോൾ നമ്മളത് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടതായിരുന്നു. ടെമുലാണ് കണ്ടത്. ഇനി ആമസോണിൽ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നിൽ കാണുന്നതൊക്കെ നമ്മളിവിടെ വന്നിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. അതായത് 1 വർഷവും 2 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ തന്നെ തോന്നിയത്. ഇതിന് മുന്നേ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വേറെ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ വേറെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്തൊക്കെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ വിചാരിച്ചു. നമ്മളിതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളതൊക്കെ. നമ്മൾ കൂടുതൽ മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ടെമൂന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വാങ്ങിച്ചതെന്നുള്ളതും അത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നമുക്കത് ഡെലിവറി ആകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. 1 മാസമൊക്കെ പിടിക്കും. എന്താ പറയുക, വളരെ മിനിമലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അധികം ചിലവൊന്നുമില്ലാതെ നമ്മുടെ വീടിനെ കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടി ഭംഗിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് കാണിക്കാം. നമ്മുടെ ചെറിയ മക്കളൊക്കെ ഉള്ള കാരണം അവരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ഒതുക്കിയിട്ട് വേണം നമുക്ക് ഇവിടെ ഒന്ന് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇങ്ങനത്തെ സോഫ്റ്റ് ടോയ്സൊക്കെ മക്കളുടെ ഉള്ളത് ഞാൻ ഈ TV-യുടെ അടിയിൽ ഇങ്ങനെ നമ്മുടെ ഒരു ടേബിൾ ഉണ്ടാവുമല്ലോ, TV വെക്കുന്നതിൻ്റെ അടിയിൽ വെക്കുന്ന ആ ഒരു സ്ഥലത്താണ് ഇതൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് നമ്മുടെ ബെഡ്റൂമിലും ബെഡിൻ്റെ അവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എവിടെയെങ്കിലും ആഡ് ചെയ്യാം എങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളതെന്ന്. പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ഇതുപോലത്തെ ഈ കുഷ്യൻ കവർ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ കുഷ്യൻ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അബുദാബിയിൽ ഞാനിവിടെ ഹോം സെൻറ്റർ പോയപ്പോഴായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കവർ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് അതൊന്ന് വാഷ് ചെയ്തിടുമ്പോൾ വേറൊരെണ്ണം അത് മാറ്റിയിടുമ്പോൾ പകരമിടാനായിട്ട് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു സെറ്റ് ഞാൻ നാട്ടിൽ നിന്ന് ആമസോണിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പല ഡിസൈനിലുള്ളതുണ്ടായിരുന്നു. പിന്നെ വേറെ എലിഫൻറ്റിൻ്റെയും അങ്ങനെ വേറെ ഡിസൈനൊക്കെ. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലത്തെ ഒരു പാരറ്റ്, ഒരു ഗ്രീൻ ക്രീം
ഈ ഒരു കളർ കോമ്പിനേഷനിലുള്ളതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് കുഞ്ഞു മക്കളായതുകൊണ്ട് ലൈറ്റ് കളറിലുള്ളത് ഇടുന്നേക്കാളും കുറച്ച് ഡാർക്ക് ഷെയ്ഡുള്ള ഇങ്ങനെയുള്ളത് ഇടുന്നതായിരിക്കും അത് കുറച്ച് നാൾ ഒന്ന് ക്ലീനായിട്ട് നീറ്റായിട്ട് ഇരിക്കാൻ നല്ലത്. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഡിസൈൻ നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ നമ്മുടെ ഈ ചുമരിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെ തന്നെ ഇതാണ് വരുന്നത്. അതായത് ഇപ്പോൾ നമുക്കതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1 2 3 4 5 പിന്നെ +2 ആണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ആ വോളിൽ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെയുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ 4 വെക്കുന്നത് നമുക്ക് തോന്നി, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ 6 വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ 2 സെറ്റ് ചെയ്തിട്ട് പിന്നെ ബാക്കി നമുക്ക് വേറെ എവിടെയെങ്കിലും വെക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ മാറ്റി മാറ്റി വെക്കാം. നമ്മൾ ടെമൂല് നോക്കിയിട്ട് കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഉണ്ടായിരുന്നതായിരുന്നു. ഇതിൻ്റെയും എനിക്ക് തോന്നുന്നു അതിൽ ഇതും എനിക്ക് തോന്നുന്നു ടെമൂല് ഇതിൻ്റെ വേറെ കളറ് ബ്ലാക്കും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ആയിരുന്നു എന്ന് മാത്രം. മക്കളെന്നെ കളിക്കാനൊക്കെ എടുക്കും, പക്ഷെ നമ്മളത് കളിച്ചൊക്കെ കഴിയുമ്പോൾ അവരുടെ അതൊക്കെ കഴിയുമ്പോൾ നമ്മളത് തിരിച്ചെടുത്ത് അവരുടെ നിന്ന് മേടിച്ചു വയ്ക്കും. ഇപ്പോൾ ഇതുപോലത്തെ ഈ പോലീസ് കാർ ഇത് 1 2 അല്ലായിരുന്നു, ഇനി ഇതിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ നമുക്കിതിൽ ഇപ്പോൾ 2 മാത്രമേ കാണാനുള്ളൂ, ബാക്കിയുള്ളത് ഇനി കണ്ടുപിടിക്കണം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഞങ്ങളുടെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതാട്ട് ഞാൻ പറഞ്ഞത്. നമ്മുടെ ബെഡിൻ്റെ സൈഡിൽ ഇതുപോലെ ഉള്ള ഒരു സ്പേസിലാണ് ഞാൻ ഇതുപോലത്തെ ഇങ്ങനത്തെ സോഫ്റ്റ് ടോയ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം കുഞ്ഞു മക്കളുള്ളതുകൊണ്ട് ഇങ്ങനത്തെ ടോയ്സ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും, നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, നമ്മുടെ കയ്യിൽ ഓൾറെഡി എന്തായാലും ഉണ്ടാവുമായിരിക്കും. പിന്നെ ഞാൻ വേറെ ചെയ്തിട്ടുള്ളതായിരുന്നു നമ്മുടെ ബെഡ്റൂമിൽ എനിക്ക് ഫോട്ടോസ് ഇങ്ങനെ നമ്മുടെ എന്താ പറയുക ഫാമിലി എല്ലാവരുടെയും ഇങ്ങനെ എവിടെ കാണുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഫോണിലാണെങ്കിലും ഒരുപാട് എടുക്കണതും വെക്കണതും ഒക്കെ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് നമ്മുടെ റൂമിൽ വെക്കുകയാണ് ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ ഫ്രെയിമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, നമ്മൾ വെറുതെ ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് വെച്ചിട്ടുള്ള പോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ടായത്, ഫോട്ടോൻ്റെ പകുതി ഒന്നും ഇങ്ങനെ കീറിപ്പോയിട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അത് എന്താ പറയുക അത്രയും ഇരിക്കില്ല, എന്നാലും ഭാഗ്യം ദൈവം സഹായിച്ച് ഇവർ വേറെ ഒന്നും അങ്ങനെ കീറാനും പിടിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ആകെ ആ ഒരു സൈഡ് മാത്രമാണ് കട്ടായി പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒന്നുകൂടി പ്രിൻ്റ് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ എനിക്ക് അതൊന്നുകൂടിയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ലൈഫിലെ കുറച്ച് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് ഞാനിവിടെ നമ്മുടെ ബെഡ്റൂം സ്പേസിൽ ഞാനതിങ്ങനെ ഫോട്ടോസ് പ്രിൻ്റ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. നമ്മുടെ റൂമിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. ഇത് മിക്കവാറും ഒട്ടുമിക്ക എല്ലാവരുടെ വീടുകളിലും ഇപ്പോൾ ഉണ്ടാവും, ഇതുപോലത്തെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിതിലിപ്പോൾ ഈസ്റ്ററിൻ്റെ ടൈമിൽ മാറ്റിയതാണ് കേട്ടോ, ഈസ്റ്റർ ഡെക്കോർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് മാറ്റിയിട്ട് ഇതിവിടെ പഴയത് വെക്കുന്നത് മാറ്റണം. അപ്പോൾ ഇപ്പോഴും ഈസ്റ്ററിൻ്റെയാണ് ഇരിക്കുന്നത്. ഈസ്റ്ററിൻ്റെ കുറച്ച് എഗ്ഗും ഒരു ഈസ്റ്റർ ബാസ്ക്കറ്റൊക്കെ ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മോളുടെ ഇപ്പോൾ ഈ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു പ്രിൻസസ് തീമിലുണ്ടായിരുന്നതിൻ്റെ അപ്പോൾ അതിൻ്റെ കുറച്ച് കട്ടൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കട്ടൗട്ടൊക്കെ എടുത്തിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഒന്നിങ്ങനെ വെച്ചു. അതെന്തായാലും ബർത്ത്ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി അത് ഉപയോഗിക്കാൻ പോകണില്ലല്ലോ, അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി ഇങ്ങനെ വെച്ചപ്പോൾ ഒന്നുകൂടി കുറച്ച് ഭംഗിയുള്ളതായിട്ട് തോന്നി. പിന്നെ ഒരു സൈഡിൽ ബെഡ്റൂമിൽ ഇതുപോലെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. നമുക്ക് ബെഡ്റൂമിൽ ഈ റൂമിൽ തീരെ മിറർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ അടുത്താണ് ഇതുപോലെ ഒരു മിററൊക്കെ വെച്ചു. പിന്നെ അതുപോലെ ഒരു ചെറിയൊരു ചെടിയും പിന്നെ ഒരു സൈഡ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു 3 ഇതാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഇവിടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ 3 ഇങ്ങനത്തെ പിക്ചേഴ്സ് ഇങ്ങനത്തെ പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു 3 ഇപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ നാട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നാട്ടിൽ നിന്നാണ് വാങ്ങിച്ചു കൊണ്ടുവന്നത്. നമ്മുടെ ആ ഒരു കുഷ്യൻ കവറിനൊക്കെ കുറച്ച് മാച്ച് ചെയ്യുന്ന രീതിയിൽ നോക്കിയിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ ഈ ടേബിളിൻ്റെ സൈഡിലൊന്ന് കുറച്ചും കൂടി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. തൽക്കാലം നമ്മൾ ഇത്രയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതായിരുന്നു ബെഡ്റൂമിൻ്റെ വേറൊരു സൈഡിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ വീട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വെച്ചിട്ടുള്ളത് ഇതൊക്കെയാണ്. ഇതൊക്കെ വളരെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വലിയ എന്താ പറയുക വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നും അല്ല. പിന്നെ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒട്ടുമിക്ക എല്ലാതും നമ്മൾ ആമസോൺ അല്ലെങ്കിൽ ടെമു ആപ്പ് എന്നൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളിത് നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും.
നമ്മളതിന് വേണ്ടി കുറച്ച് നേരം ഇരുന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നമുക്ക് ടെമോ നോക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഒരുപാട് നമുക്ക് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ട് ക്യൂട്ടായിട്ടുള്ള കുറേ ഇങ്ങനത്തെ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും. നമുക്ക് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതും നോക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ വീട്ടിൽ മാറ്റിയിട്ടുള്ളതും ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ വീട്ടിലത്തെ കുറച്ച് ഡെക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. പിന്നെ കുറേ സാധനങ്ങൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ആമസോണിൽ വാങ്ങിക്കുകയാണെങ്കിലും നമുക്കറിയാൻ പറ്റും നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇവിടുത്തെ ആമസോണിനേക്കാളും റേറ്റ് എന്തുകൊണ്ടും കുറവ് നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഈ ബാക്കിലിരിക്കുന്ന അതുകളും പിന്നെ വേറെ കുഷ്യനും കാര്യങ്ങളൊക്കെ നമ്മൾ ആമസോണിൽ നിന്ന് നാട്ടിൽ പോയ സമയത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.